നമസ്കാരം. ഇന്ത്യയിൽ എല്ലാവിധ കോടതികളിലും ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഉൾപ്പെടുന്നതടക്കമുള്ള ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതിനായിട്ട് കൂടുതൽ ഭരണഘടനാ ബെഞ്ചുകൾ അനുവദിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തോടും നീതിന്യായ സംവിധാനങ്ങളോടുമൊക്കെയുള്ള പൂർണ്ണ ബഹുമാനത്തോടു കൂടി തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ വളരെ ശോചനീയ അവസ്ഥയിൽ തന്നെയാണ്. അതിന് ഒരു പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ്. അതില്ലാത്തിടത്തോളം കാലം നിങ്ങളൊക്കെ എത്രയൊക്കെ തന്നെ പുതിയ പുതിയ വിധികൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ നേരാവുകയില്ല. അതിലെ ജനങ്ങൾക്ക് വിശ്വാസം കൂടുകയും ഇല്ല. ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഖേദമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ കഴിയുന്നുമില്ല. നമ്മുടെ നാട്ടില് അവസാനമായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് 2012 നടന്ന ഒരു കേസിലാണ്. അതിന്റെ വിധി വന്ന് നടപ്പാക്കിയത് 2020 എന്ന് പറയുമ്പോഴാണ് ഈ കാര്യത്തിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതും ഒരു ഗ്യാങ് റേപ്പ് മർഡർ കേസ്. ആലോചിച്ചു നോക്കണം. അതിനു പോലും ഇത്രയും അധികം വർഷങ്ങൾ എടുത്തു എന്നത് തന്നെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവിധ തെളിവുകളും ഉണ്ടായിട്ടാണ് ഈ ഒരു സംഭവം ഇത്രയും കാലം നീണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾ കോടതികളിൽ കേസ് കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത്. പലപ്പോഴും പല കേസുകളും വിധി പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സർക്കാരുകളെ ഉൾപ്പെടെ നിർബന്ധിക്കേണ്ട നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ വളരെ ശോചനീയ അവസ്ഥയിലാണ്, മോശം അവസ്ഥയിലാണ്. അതിനൊരു പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ് എന്നുള്ളത്. കോടതികൾ വിധികൾ പുറപ്പെടുവിച്ചിട്ട് കാര്യമില്ല. അത് സമയത്ത് നടപ്പാക്കുന്നുണ്ടോ, നടപ്പാക്കേണ്ടുന്നവർ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം അല്ല, ബാധ്യത വിധി പുറപ്പെടുവിക്കുന്നവർക്ക് ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു കേസിലാണ് 2012 4 പേരെ അറസ്റ്റ് ചെയ്ത് 2020 അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. അതിൽ ഒരുപാട് പ്രതികൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ 4 പേരെ മാത്രമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുള്ളത്. അതിൽ എത്രത്തോളം പ്രതികൾ ഉണ്ടായിരുന്നു? പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അതിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ആളുകൾ എത്ര, അതും പൊതുജനങ്ങൾക്കറിയാം. അതിന് കാരണം നമ്മുടെ
നീതിന്യായ സംവിധാനങ്ങളിലെ പോരായ്മകൾ തന്നെയാണ് എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് അംഗീകരിച്ചേ പറ്റുള്ളൂ. ശക്തമായിട്ടുള്ള നിയമം ഉള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിലെല്ലാം കുറ്റകൃത്യങ്ങൾ കുറയുകയാണ് പതിവ്. കാരണം ശിക്ഷാവിധിയെ പേടിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവിടെ ശിക്ഷ വിധിച്ചാൽ മാത്രമല്ല, വിധി മാത്രമല്ല നടക്കുന്നത്, അതവിടെ നടപ്പാക്കുന്നു എന്നുള്ളത് കൊണ്ട്. നമ്മുടെ നാട്ടിൽ അതല്ല അവസ്ഥ. ഇനി നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പത്രമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. 2020 മുൻപ് വധശിക്ഷ നടപ്പാക്കിയത് യാക്കൂബ് മേമനെയാണ്. അതിനു മുൻപ് പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതിയായിട്ടുണ്ടായിരുന്ന അഫ്സൽ ഗുരുവിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും എത്രത്തോളം ആണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വേഗത എന്നുള്ളത്. കുറ്റകൃത്യം നടന്നുവെങ്കിൽ അത് തെളിയിക്കപ്പെട്ടു എങ്കിൽ അതിന്റെ വിചാരണ അനന്തമായി നീളുന്നത് നീതിന്യായ സംവിധാനങ്ങളുടെ പോരായ്മ തന്നെയാണ്. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഈ വിചാരണ കഴിഞ്ഞ് വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്നതിലെ കാലതാമസവും ഇതേ നീതിന്യായ സംവിധാനങ്ങളുടെ പോരായ്മയാണ്. ഇതൊന്നും മാറ്റാത്തിടത്തോളം കാലം മാറി മാറി വരുന്ന ജഡ്ജിമാർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ അവസാനിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ അവസാനിക്കില്ല. കുറ്റം ചെയ്താൽ അതിന് യഥാവിധി ശിക്ഷ നൽകുവാൻ നിയമങ്ങൾക്ക് സാധിക്കണം. അതില്ലാത്തിടത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുക തന്നെ ചെയ്യും. അതിന് അറുതി ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. എന്തായാലും പുതിയതായി ചുമതലയേറ്റ സുപ്രീം കോടതി ജഡ്ജിയിൽ അദ്ദേഹത്തിന് അതിന് കഴിയട്ടെ, അദ്ദേഹം പറഞ്ഞ വാക്ക് നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ അത് നടപ്പാവാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുന്നു. അതിന് കാരണമുണ്ട്. നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ സത്യത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഒന്നാണ് എന്ന് മാത്രമല്ല, സത്യത്തെ അസത്യമാക്കി മാറ്റാൻ കഴിയുന്ന മാധ്യമങ്ങൾ ഉള്ള നാട്ടിലാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെയും അസത്യങ്ങളെയും ഉൾക്കൊള്ളുന്ന നിയമ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അതോടൊപ്പം തന്നെ അധികാരവർഗത്തിന്റെ ചട്ടുകമായി നിരന്തരം മാറുന്ന നീതിന്യായ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അധികാരവർഗം പറയുന്നതിനപ്പുറം ഒരു ചെറു ചലനം പോലും അനക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയാത്ത, ഒരു കാലടി പോലും വെക്കാൻ കഴിയാത്ത നീതിന്യായ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളെ അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഗതികേട് കൊണ്ട് പറയുന്നതാണ്. മുൻകാലങ്ങളിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് വിധി നടപ്പാക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ തെറ്റു ചെയ്യാത്തവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണക്കാരായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഇന്നേ വരെ കൈക്കൊള്ളാൻ ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ വരുന്ന നുണകളെ ഉദ്ധരിച്ചുകൊണ്ട് വിധി നടപ്പാക്കി. നമ്മുടെ നാട്ടിലാണത് നടന്നിട്ടുള്ളത്.
അതിൽ നിരപരാധിയായിട്ടുള്ള വ്യക്തികൾ ശിക്ഷിക്കപ്പെട്ടു. പിന്നീട് കാലക്രമേണ സത്യാവസ്ഥ പുറത്തു വന്നിട്ടും അന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ, അതുവഴി നിരപരാധിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മാധ്യമ സ്ഥാപനങ്ങളെ ശിക്ഷിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ന്യായാധിപന്മാരും നീതിന്യായ സംവിധാനങ്ങളും നിയമപാലകരും ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ സമ്പൂർണ്ണ നീതിന്യായ സംവിധാനത്തിന് ഒരു പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ് എന്നുള്ളത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുള്ള അധികാരവർഗത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ മാത്രമേ നമ്മുടെ നാട്ടിലെ ആളുകൾക്കും നീതിന്യായ സംവിധാനങ്ങൾക്കും കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം വേദനയോടുകൂടി തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ. മാധ്യമങ്ങളെ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരെ പേടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു നിയമ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതൊരിക്കലും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മുൻകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഭാവിയിലും ഇത് സംഭവിക്കാനിടയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു മാറ്റം വരണമെങ്കിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്ത് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അത്യാവശ്യമാണ്. നീതിന്യായ സംവിധാനങ്ങൾ അത്തരമൊരു പൊളിച്ചെഴുത്തിന് തയ്യാറാവേണ്ടതുണ്ട്. അതല്ലാത്തിടത്തോളം കാലം ഒരിക്കലും നല്ല ഒരു വിധി ഒരു സാധാരണക്കാരന് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളിലുള്ള വിശ്വാസം ദിനം പ്രതി കുറഞ്ഞു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റൂ. നമ്മുടെ നാട്ടിലെ എല്ലാവിധ നീതിന്യായ സംവിധാനങ്ങളും. സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ ദിനം പ്രതി പെരുകുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. കാരണം അതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പലപ്പോഴും ഉന്നതരാണ്. ഉന്നതർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ സുപ്രീം കോടതിക്കടക്കം ഭയമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ നിരന്തരം നമ്മുടെ നാട്ടിൽ അനീതിയും അക്രമവും കെടുകാര്യസ്ഥതയും വർദ്ധിക്കുന്നത്. അതിനെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ അനുകൂലിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് കഴിയാത്തതും. എന്തു തന്നെയായാലും ഇതൊന്നും ഒരിക്കലും നല്ല ഒരു നീതിന്യായ സംവിധാനങ്ങൾ ഉള്ള നാടെന്ന് പറയപ്പെടുന്ന നമ്മുടെ നാട്ടിന് ചേർന്നതല്ല. നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതാണെന്ന് വാദിക്കുന്നവർ ഇതൊക്കെ കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ്. അതല്ലാതെ ഗീർവാണം അടിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം മികച്ചതാണ് എന്ന്. അത് മികച്ചതാണെന്ന് തെളിയിച്ചു കാണിക്കുകയേ മാർഗമുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ മോശമാണ് എന്നുള്ള അഭിപ്രായം പൊതുജനങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരും. അത് നിരന്തരം ആവർത്തിക്കപ്പെടും. അതിനെതിരെ നിയമം അല്ലെങ്കിൽ നിയമ സംവിധാനം പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത് ഗതികേട് കൊണ്ടാണ്.